ഓണം മലയാളിയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വിലയേറുന്നു. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ തേങ്ങാവില കുത്തനെ കൂട്ടിയതോടെയാണ് കേരളത്തിലും നാളികേര വില കുതിച്ചുയർന്നത്. ഓണമടുക്കുന്നതോടെ വിപണിയിൽ വില ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. വില കൂട്ടിയാൽ വാങ്ങിയല്ലേ പറ്റത്തുള്ളൂ, വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വാങ്ങിക്കും. കഴിഞ്ഞ ആഴ്ച വരെ ലിറ്ററിന് 270 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒറ്റയടിക്ക് 10 രൂപ വർദ്ധിച്ച് 280 രൂപയായി. കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയാണ് നിലവിൽ നാളികേരത്തിന്റെ ചില്ലറ വിൽപ്പന വില. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ വില ഉയർത്തിയതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പെട്ടെന്ന് വില കൂട്ടാൻ പറ്റത്തില്ല. വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വില പഴയ വിലയെ തന്നെ ഓടിക്കുക, അത് നടക്കത്തുള്ളൂ. ഇപ്പോൾ ആൾക്കാരെ പൈസയൊന്നുമില്ല അവസ്ഥയിലോട്ടാണ്. ഇപ്പോൾ തമിഴ്നാട് തേങ്ങയുടെ വിലയെക്കാട്ടി കുറച്ചും കൂടെ താത്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. കേരളത്തിലെ ആവശ്യത്തിന് ഏറ്റവും അധികം നാളികേരം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നാടൻ തേങ്ങയെ അപേക്ഷിച്ച് തമിഴ്നാട് തേങ്ങയ്ക്ക് വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും പൊതുവിപണിയിലെ വിലവർധന വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കിലോ 70, പാലക്കാട് പൊള്ളാച്ചി നല്ല വിലയ്ക്കാണ് വരുന്നത്. മാർക്കറ്റിംഗ് വിലയ്ക്കാണ് വരുന്നത്. വില കൂടുതലുണ്ട്, ഓണമൊക്കെ അല്ലേ, അവിടെ ഡിമാൻഡാ സാധനം. രാമായണ മാസം ആരംഭിച്ചതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും നാളികേരത്തിന് ആവശ്യമേറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഓണക്കാലം കൂടി എത്തുന്നതോടെ വിപണിയിൽ ഇനിയും വില കൂടാനാണ് സാധ്യത. തേങ്ങ വാങ്ങിച്ചു, എല്ലാത്തിനും വില കൂടുതലാ. ഇപ്പൊ 70 രൂപ 72 രൂപ എത്ര കണ്ടായി തേങ്ങയ്ക്ക്. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക. ഓണം എങ്ങനെ ആഘോഷിക്കുമെന്ന്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുന്നതോടെ കേരളത്തിന്റെ ആവശ്യം ഇനിയും കുത്തനെ ഉയരും. കുറഞ്ഞ നിരക്കിൽ ഇവ ലഭ്യമാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.